9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് 9 കെമിസ്ട്രിയിലെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന ചാപ്റ്റർ ആരംഭിക്കാം. 500 BC മുതലുള്ള പല പരീക്ഷണങ്ങളും പല തിയറികളും എല്ലാം പഠിച്ചു. നമ്മളിപ്പോൾ മനസ്സിലാക്കി ഏത് മാറ്ററും ഫൈനലി എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം. അപ്പോൾ ആറ്റംസ് എന്താണ്? ആറ്റംസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ മാറ്റർ. എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈനലി ആറ്റം കൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു കെട്ടിടം പറഞ്ഞാൽ നമുക്കറിയാം അത് ഇഷ്ടിക വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഇഷ്ടികയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? സെൽസ് ആണ് അല്ലേ? അതുപോലെ ഈ ഒരു പേന ഞാൻ വിഘടിച്ച് ചെന്നാൽ എനിക്ക് പ്ലാസ്റ്റിക്കാണ് കിട്ടുന്നത്. പക്ഷെ ആ പ്ലാസ്റ്റിക്കിനെ ഫൈനലി വിഘടിച്ച് അവസാനം എന്ത് കിട്ടും? ആറ്റം. അങ്ങനെ ഏതും വിഘടിച്ചാൽ അവസാനം എത്തി നിൽക്കുന്നത് അതിൻ്റെ ആറ്റത്തിലാണ്. ഇനി ആറ്റം എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ആറ്റം വളരെ ചെറുതാണ്. അതിൻ്റെ റേഡിയസ് അളക്കുന്നതിന് നമുക്ക് സാധാരണ മീറ്ററോ സെൻറ്റിമീറ്ററോ മില്ലിമീറ്ററോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം മില്ലിമീറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? പക്ഷേ ഇപ്പോൾ അത് ആറ്റം എന്ന് പറയുന്നത് എന്താണ്? കാണാൻ പോലും കഴിയില്ല. ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്കാനിങ് ടണലിൻ മൈക്രോസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ച് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അല്പമെങ്കിലും ഒരു പിക്ചർ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ചെറിയ ഒരു സാധനം അതിൻ്റെ അളവ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഏത് യൂണിറ്റ് വേണം? വളരെ ചെറിയൊരു യൂണിറ്റ് വേണം. അതിന് നമ്മൾ ഒരു മീറ്ററിനെ ഇത്രയുമായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 9 പൂജ്യങ്ങളുണ്ട്. ഓക്കെ, അത്രയും ഡിവൈഡ് ചെയ്യുന്ന ഒരു ഫ്രാക്ഷൻ ആ മീറ്ററിനെ അത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ചെറിയ പീസിനെയാണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ മീറ്ററാണ്. ഒരു മീറ്ററിനെ ഇത്രയുമായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഭാഗം. അല്ലെങ്കിൽ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ നാനോമീറ്റർ ചേർന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത്രയും ചെറിയൊരു യൂണിറ്റാണ് നമുക്ക് വേണ്ടത്. ഭാവിയിൽ നമ്മൾ കുറേ എലമെൻറ്റ്സ് ഒക്കെ പുതിയതായിട്ട് കണ്ടുപിടിച്ച് വന്നപ്പോൾ ഡാൾട്ടൺ അദ്ദേഹത്തിൻ്റെ കുറച്ച് സിമ്പിൾസ് കാണിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ സിമ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന്. ഓക്കെ, കുറച്ച് കാലം അത് ഉപയോഗിച്ചെങ്കിലും പിന്നെ മനസ്സിലായി അത് കുറച്ച് ഒരു ഡിഫിക്കൽട്ടാണ് വരച്ചെടുക്കാൻ. പിന്നെ അത് ഇൻകൺവീനിയൻറ്റും ആണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സ്വീഡിഷ് കെമിസ്റ്റായ ബെർസീലിയസ് പറഞ്ഞു നമുക്ക് ഇതിന് പകരമായിട്ട് എന്തുപയോഗിക്കാം? ആ പേരിൻ്റെ തന്നെ 1-2 ലെറ്റേഴ്സ് ഉപയോഗിച്ചാൽ മതിയെന്ന് പ്രപ്പോസ് ചെയ്തു. അങ്ങനെ നമ്മൾ എലമെൻസിനെയൊക്കെ ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. എലമെൻസിനെയൊക്കെ ആദ്യം നെയിം ചെയ്ത് തുടങ്ങിയപ്പോൾ പലതരം പാരാമീറ്റേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ചിലത് പ്ലേസിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ കോപ്പർ എന്ന ലോഹം പേരിട്ടത് സൈപ്രസ് എന്ന സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ ഗോൾഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ എന്നാണ്. അപ്പോൾ അതിന് കളറിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഗോൾഡ് എന്ന് പറയുന്നത്. പിന്നീട് IUPAC നിലവിൽ വന്നു, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPAC ആണ് ഇപ്പോൾ ഈ രാസനാമങ്ങളെല്ലാം വെരിഫൈ ചെയ്യുന്നതും രാസനാമങ്ങൾ കൊടുക്കുന്നതും. അവർ ഒരു റൂള് വെച്ചു, നമ്മൾ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചു, നൈട്രജൻ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചു, ഓർ കാർബൺ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചു. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് പേര് കൊടുക്കാം. ഇനി ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ലെറ്റേഴ്സ് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ അലൂമിനിയം ആദ്യത്തെ ലെറ്ററും രണ്ടാമത്തെ ലെറ്ററും, അല്ലെങ്കിൽ കൊബോൾട്ട്, അതല്ലെങ്കിൽ ഹീലിയം. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ 2 ലെറ്റർ കൊടുത്തു. പക്ഷെ നിങ്ങൾ ഓർക്കുക, നമ്മൾ 2 ലെറ്റേഴ്സ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ലെറ്റർ മാത്രമേ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടുള്ളൂ. രണ്ടാമത്തെ ലെറ്റർ സ്മോൾ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇവിടെ ഞാൻ കൊബോൾട്ട് CO എന്നിട്ടു. കൊബോൾട്ട് എന്ന് എഴുതുന്നതിൻ്റെ ഫസ്റ്റ് 2 ലെറ്ററാണ് ഞാൻ എടുത്തത്. പക്ഷേ ഞാനിവിടെ സിയും ഓയും ക്യാപിറ്റലായി കൊടുത്താൽ കാർബൺ എന്നൊരു എലമെന്റും ഓക്സിജൻ എന്നൊരു എലമെന്റ് എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇതൊരു കാർബൺ മോണോക്സൈഡ് എന്നൊരു കമ്പൗണ്ടാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ചില സമയത്ത് നമ്മൾ ഫസ്റ്റ് ലെറ്ററും വേറെ ഏതെങ്കിലും ഒരു ലെറ്ററുമാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ക്ലോറിൻ എന്ന് എഴുതുമ്പോൾ ക്ലോറിൻ്റെ ആദ്യത്തെ ലെറ്റർ സിയും എച്ചും ആണ്. പക്ഷെ ഞാൻ അതല്ല എടുക്കുന്നത്, പകരം സിയും എല്ലും ആണ് എടുത്ത് ക്ലോറിനെ CL എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ സിങ്കിന് ഞാൻ ZI അല്ല എടുത്തിരിക്കുന്നത്, ഇസഡും എന്നും എടുത്തിട്ട് ഇതാണ് സിങ്കിന്റെ സിമ്പിൾ. അങ്ങനെ ചില എലമെന്റ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലതിനൊക്കെ പേര് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ലാറ്റിൻ, ജർമ്മൻ, ഗ്രീക്ക് പേരുകൾ വെച്ചിട്ടാണ്. ഇപ്പോൾ അയൺ സ്റ്റാർട്ട് ചെയ്യുന്ന I വെച്ചിട്ടാണ് അല്ലേ? പക്ഷെ I എന്ന് പറയുന്നത് അയോഡിൻ്റെ സിമ്പലാണ്. അയോഡിൻ്റെ സിമ്പല് Fe ആണ്. അപ്പോൾ Fe എവിടെ നിന്ന് വന്നു? ഫെറം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് അയണിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് Fഉം Eയും എടുത്തിരിക്കുന്നത്. അതുപോലെ സോഡിയം നമ്മൾ സാധാരണയായിട്ട് വിചാരിക്കും S ആണെന്ന്. പക്ഷേ S എന്താണ്? സൾഫർ ആണ്. സോഡിയം നേട്രിയം എന്ന പേരിൻ്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് പൊട്ടാഷ്യം എന്ന് പറയുമ്പോൾ P ആണ്. പക്ഷെ P ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടാഷ്യം എന്താണ്? K ഫോർ കാലിയം. അപ്പോൾ K ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പല
പേര് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ നിന്നും ചില പേരുകൾ എടുത്തിട്ടുണ്ട്. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ച് കാണാറുണ്ട്. കാരണം ഇതല്പം വ്യത്യസ്തമായ പേരുകളായതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ടേബിളിൽ തന്നിരിക്കുന്നത് പല എലമെൻസും അതിൻ്റെ സിമ്പിൾസും ആണ്. അലുമിനിയം, ആർഗൺ, ബേരിയം ഇതിനൊക്കെ കണ്ടാൽ മനസ്സിലാകും ആദ്യത്തെ 2 ലെറ്റേഴ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബ്രോമിനും കാൽഷ്യവും ആദ്യത്തെ 2 ലെറ്റേഴ്സാണ്. കൊബോൾട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ബോറോൺ, കാർബണും എന്താണ് ആദ്യത്തെ 1 ലെറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. കോപ്പർ നമ്മൾ പറഞ്ഞു സൈപ്രസി എന്നുള്ള CU, ഫ്ലൂറിൻ F, ഗോൾഡ് AU എന്നാണ് എടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ H, അയഡിൻ I, അയൺ Fe, ഫെറം, ലെഡ് PB, മഗ്നീഷ്യം Mg, നിയോൺ Ne, നൈട്രജൻ N, ഓക്സിജൻ O, പൊട്ടാഷ്യം കാലിയം, പിന്നെ സിലിക്കൺ Si, സിൽവർ Ag, സോഡിയം Na, നേട്രിയം, സൾഫർ S, യുറേനിയം U, സിങ്ക് Zn. ഡാൾട്ടൺ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കൺഫേം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം പല സയൻറ്റിസ്റ്റുകളും വളരെ ക്യൂരിയസ് ആയിട്ട് ഈ അറ്റോമിക് മാസിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഡാൾട്ടൺ നൽകിയ ഏറ്റവും നല്ലൊരു ബോൾഡ് കോൺസെപ്റ്റ് ആയിരുന്നു ഈ അറ്റോമിക് മാസ് എന്നുള്ളത്. അതായത് ആറ്റത്തിന് മാസ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് മനസ്സിലാക്കിയ സയൻറ്റിസ്റ്റുകളെല്ലാം തന്നെ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പക്ഷേ അതൊരു ഈസി ആയിട്ടുള്ള ടാസ്ക് ആണോ? അല്ല. കാരണം നമുക്ക് കാണാൻ പോലും കഴിയാത്തത്ര ചെറുതാണ് ആറ്റം. അപ്പോൾ അതിൻ്റെ മാസ് അളക്കുക എന്ന് പറയുന്നത് കഴിയുന്നതും അസംഭവ്യമെന്ന് നമ്മൾ കരുതും അല്ലേ. അപ്പോൾ അവരൊരു കഴിവ് കണ്ടുപിടിച്ചു. എല്ലാത്തിലും ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രൊപ്പോർഷൻ വെച്ചിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു മാസ് ഡിറൈവ് ചെയ്യാമെന്ന് കരുതി. അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്. ഇതിൽ കാർബൺ 3 ഗ്രാം കാർബൺ 4 ഗ്രാം ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ കാർബണിൻ്റെ അളവെന്ന് പറയുന്നത് 3/4 ഓഫ് ഓക്സിജൻ ആണ് കാർബണിൻ്റെ അളവെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതത്ര ഈസി ആയിരുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ അവരെന്ത് ചെയ്തു? ആറ്റമിക് മാസ് യൂണിറ്റ് എന്നാണ് ഈ കിട്ടുന്ന യൂണിറ്റിനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 5 ആണെങ്കിൽ 5 AMU, 6 ആണെങ്കിൽ 6 AMU. പിന്നീട് നമ്മുടെ IUPAC എന്ന് പറഞ്ഞു ഓക്കെ AMU ഒന്നും വേണ്ട, നമുക്ക് വെറുതെ U എന്ന് ഇട്ടാൽ മതി. അപ്പോൾ 1U എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മാസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ആറ്റത്തിൻ്റെ മാസ് പറയണം. ഹൈഡ്രജൻ 1U, ഓക്കെ, അല്ലെങ്കിൽ കാർബൺ 12U. അപ്പോൾ U എന്ന് പറഞ്ഞാൽ മതി, AMU എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി ഇവരെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? അപ്പോൾ ആദ്യമൊക്കെ അവർ ചെയ്തു ഒരു പാരാമീറ്റർ വെച്ചു. അതായത് ഓക്സിജന്റെ വെയിറ്റിന്റെ, അതായത് ഓക്സിജന്റെ മാസ്, വെയിറ്റ് അല്ല മാസിന്റെ 1/16 മാസ് ഓഫ് ഓക്സിജൻ ആണ് ഒന്നെടുത്തത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്തു. ഒരു ആറ്റത്തിന്റെ മാസ്, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ 1/16 മാസ് ആണെങ്കിൽ അതിന് ഒന്നെടുത്തു. അതിൻ്റെ 2 ഈക്വലന്റ് 2 പീസസ് അല്ലെങ്കിൽ 2 പാർട്സ് ആണെങ്കിൽ 2/16 ആണെങ്കിൽ അതിനെ 2 എന്നെടുത്തു. അങ്ങനെ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് നമ്മുടെ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ പട്ടാളത്തിലൊക്കെ, അപ്പോൾ അവർക്കൊരു പ്രത്യേക ഹൈറ്റിന് മേലുള്ള ആൾക്കാരെ പട്ടാളത്തിൽ എടുക്കുകയുള്ളൂ അല്ലേ. സൈന്യത്തിലായാലും നമ്മുടെ പോലീസ് സേനയിലായാലും ഒക്കെ അതിനൊരു ഹൈറ്റ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ വരുമ്പോഴും ഇങ്ങനെ ടേപ്പ് വെച്ച് അളന്ന് ഇദ്ദേഹം 170, അടുത്ത ആള് 165, അടുത്ത ആള് 150, അടുത്ത ആള് 148, അങ്ങനെ അളന്നുകൊണ്ടിരിക്കാൻ അവർക്ക് സമയമില്ല. കാരണം 100 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർക്ക് വേണ്ട ആ ലിമിറ്റിൽ ഒരു കയറ് കിട്ടും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു റോപ്പോ ഒരു സ്കെയിൽ എന്തെങ്കിലും വെക്കും. അതിൽ കൂടി നടക്കാൻ പറയും. ഇപ്പം ഞാൻ നടക്കുമ്പോൾ എൻ്റെ തല തട്ടുകയാണെങ്കിൽ അതിനർത്ഥം എനിക്ക് ആ ഹൈറ്റ് അല്ലെങ്കിൽ അതിന് മുകളിൽ ഉണ്ട്, അപ്പം ഞാൻ സിലക്റ്റഡ് ആണ്. അതേസമയം ഞാൻ അതിനടിയിൽ കൂടി സുഖമായിട്ട് നടന്നു പോയാലോ എന്നെ എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അവിടെ അവരൊരു ബെഞ്ച് മാർക്ക് വെക്കുകയാണ് അല്ലേ. കാരണം അതിന് മുകളിലുള്ളവർ മാത്രം മതി ഞങ്ങൾക്ക്. ഓക്കെ, അതല്ല അത് നമ്മൾ പറയില്ലേ നീറ്റിനൊക്കെ കട്ട് ഓഫ് വയ്ക്കാന്ന് അറിയില്ലേ, അതാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം എപ്പോഴും നമുക്കിപ്പോൾ വീട്ടിൽ വെയിങ് മെഷീൻ ഒന്നും കാണുന്നില്ല കിച്ചണിൽ. ഇപ്പോൾ ചില കുക്കറി ഷോയിലൊക്കെ അവർ പറയും ഓക്കെ 40 ഗ്രാം ഈ സാധനം എടുക്കണം, 50 ഗ്രാം മറ്റേത് എടുക്കണം, 1 കിലോ ഇതെടുക്കണം. അത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ വീട്ടിലിങ്ങനെ അളന്ന് കുറിച്ചൊന്നും എടുക്കുക എന്നുള്ളത് നമുക്ക് പ്രായോഗികമല്ല. അപ്പോൾ ചിലർ പറയും ഓക്കെ മെഷറിങ് കപ്പിൽ 1 കപ്പ് ഇതെടുക്കുക, 1/2 കപ്പ്. മെഷറിങ് കപ്പും എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നില്ല. അതേസമയം ചില ഇതിൽ നമ്മൾ എങ്ങനെ പറയും, നിങ്ങൾ ഏത് കപ്പാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ അളവിൽ 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം,
ഈസി. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള കപ്പിൻ്റെ അളവും നിങ്ങളുടെ വീട്ടിലുള്ള കപ്പിൻ്റെ അളവും വ്യത്യാസമായിരിക്കാം. എനിക്ക് ചിലപ്പോൾ ഒരു 150 ഗ്രാമിൻ്റെ കപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു 120 മില്ലി ലിറ്ററിൻ്റെ കപ്പായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അതൊരു 250 മില്ലി ലിറ്ററിൻ്റെ കപ്പായിരിക്കാം. പക്ഷേ ഏത് കപ്പിലെടുക്കുന്നോ അതിൻ്റെ 3 ഇരട്ടി വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അവർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്രയും എലമെന്റ്സ് ചുറ്റും ഉണ്ടായിട്ടും ഇവരെന്തിനാ ഈ ഓക്സിജനിൽ തന്നെ പിടിച്ചത്? എന്താണ് ഈ ഓക്സിജൻ ഇത്ര പ്രത്യേകത എന്നല്ലേ? അപ്പോൾ ഓക്സിജന്റെ 160 എടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓക്സിജൻ ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ആറ്റവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരുന്നു. പിന്നെ രണ്ടാമത് അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഹോൾ നമ്പർ ആയിട്ടാണ് അവരുടെ ആൻസർ കിട്ടിയിരുന്നത്. അപ്പോൾ അതും ഒരു കാരണമായിട്ട് വന്നു. അപ്പോൾ ഈ 2 റീസണാണ് ഓക്സിജൻ എന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തു എന്നത്. പക്ഷേ 1961 ആയപ്പോഴേക്കും ഒരു റെക്കമെൻഡേഷൻ വന്നത്, ഇനിയിപ്പോൾ നമുക്ക് ഓക്സിജൻ വേണ്ട, പകരം നമുക്ക് കാർബൺ 12 എടുക്കാം. കാർബൺ 12 ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് 12 യൂണിറ്റ് ആണ് അതിൻ്റെ ആറ്റമിക് മാസ്. അപ്പോൾ ഈ മാസിനെ 1/12 ആയിട്ട് എടുത്ത് അതിന് 1 കിട്ടില്ലേ, ഒരു പാർട്ട് 1/12 1 യൂണിറ്റ് എന്ന് വരും. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പാരാമീറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് ആണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ഹൈഡ്രജന്റെ മാസ് കാർബൺ 12ന്റെ മാസിന്റെ 1/12 ഭാഗത്തിന് തുല്യമാണ്. അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ നല്ലൊരു അനാലജി തന്നിട്ടുണ്ട്. ഒരു ഫ്രൂട്ട് സെല്ലർ, അദ്ദേഹത്തിൻ്റെ സാധാരണ നമ്മൾ വെജിറ്റബിൾ വാങ്ങിക്കുമ്പോൾ ഞാൻ പറയാം 1/2 കിലോ പൊട്ടാറ്റോ അല്ലെങ്കിൽ 1/4 കിലോ ടൊമാറ്റോ എന്നൊക്കെ പറയാം അല്ലേ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വെയിറ്റ് ഇല്ല, അപ്പോൾ അയാൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാളുടെ കയ്യിലുള്ളൊരു വാട്ടർമെലൻ എടുത്തു. അപ്പോൾ ഇവിടെ വാട്ടർമെലൻ എന്താണ്? കാർബൺ 12 എന്ന് പറയാം. ആ തണ്ണിമത്തനെ അദ്ദേഹം 12 ഭാഗങ്ങളെ ഈക്വൽ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തു. അതിൽ ഒരു ഭാഗം എടുക്കുമ്പോൾ എത്രയായി? 1/12. അപ്പോൾ ടോട്ടൽ തണ്ണിമത്തൻ്റെ സൈസ് ഇപ്പോൾ 12 എന്ന് എടുത്താൽ 12 ഭാഗങ്ങളാക്കിയപ്പോൾ ഒരു ഭാഗം 12 എന്നെടുക്കാം അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ വേണം. ഒരാൾ വന്ന് പറയണം എനിക്ക് 1 യൂണിറ്റ് തരാൻ പറയും. 1 യൂണിറ്റ് ഗ്രേപ്സ് എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? ഒരു തട്ടിൽ ഇദ്ദേഹം ഒരു പീസ് തണ്ണിമത്തനും അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന അത്രയും ഗ്രേപ്സ് വയ്ക്കുന്നു. മറ്റൊരാൾ പറയുന്നു എനിക്ക് 4 പീസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ തരാൻ പറയും. അപ്പം 4 പീസിന് ഈക്വലൻ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ 4/12 അല്ലേ. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ ലഭിച്ച മാസാണ് നമ്മളിവിടെ ഈ ടേബിളിൽ കാണുന്നത്. ഈ ടേബിളിൽ ചില എലമെൻറ്റ്സും അതിൻ്റെ അറ്റോമിക് മാസും നമുക്ക് കാണാം. ഹൈഡ്രജൻ്റെ 1 എന്ന് പറയുമ്പോൾ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ 1/12 ഒരു പാർട്ടാണത്. കാർബൺ എന്ന് പറയുമ്പോൾ 12 ആണ്, അപ്പോൾ 12/12 ഹോളാണ്. നൈട്രജൻ അതിലും കൂടുതലാണ് 14, പിന്നെ ഓക്സിജൻ 16, സോഡിയം 23, മാഗ്നീഷ്യം 24, സൾഫർ 32, ക്ലോറിൻ 35.5, കാൽഷ്യം 40. ഇനി ആറ്റം എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആറ്റംസ് എന്ന് പറയുന്നത് പൊതുവെ അവ വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല. അവ പലപ്പോഴും കൂടിച്ചേർന്നിട്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ആയിട്ട് മാറും. ഈ അയോൺസും മോളിക്യൂൾസും ലാർജ് ഗ്രൂപ്പായിട്ട് അഗ്രിഗേറ്റ് ചെയ്താണ് നമ്മൾ ഈ കാണുന്ന എല്ലാ മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ കാണാമെന്ന് പറഞ്ഞ ആറ്റത്തിനെ, മോളിക്യൂളായിട്ടും അയോൺസ് ആയിട്ടും. അപ്പോൾ എന്താണ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ? ജനറലി മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ ആറ്റംസ് കൂടി ചേർന്ന് ഇരിക്കുന്നതിനെയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവർ തമ്മിൽ ഒരു കെമിക്കൽ ബോണ്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് പാർട്ടിക്കിളാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനും കഴിയും. ആ പദാർത്ഥത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസും അതിന് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടറിൻ്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നുണ്ടായ H2O ആണ്. അപ്പോൾ ഞാൻ ഒരു വാട്ടർ മോളിക്യൂളിലെ വലിയ വാട്ടറിൻ്റെ വലിയൊരു ഐസ് കട്ടയാണെങ്കിലും അതിനെ കെമിക്കലി സ്പ്ലിറ്റ് ചെയ്ത് വന്ന അവസാനം എനിക്ക് H2O കിട്ടി. അത് ഒരു മോളിക്യൂളാണ്. ഇനി ആ ഒരു മോളിക്യൂളിനെ എനിക്ക് വിഘടിക്കാൻ പറ്റും. പക്ഷേ വിഘടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വാട്ടർ മോളിക്യൂൾ ഇല്ല. അത് പിന്നെ ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ആയി. അവ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും പ്രോപ്പർട്ടീസേ കാണിക്കുള്ളൂ. വാട്ടറിൻ്റെ പ്രോപ്പർട്ടി ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ മിനിമം എനിക്കൊരു H2O മോളിക്യൂളെങ്കിലും വേണം. അപ്പോൾ അതാണ് മോളിക്യൂൾസ്. അപ്പോൾ ഈ മോളിക്യൂൾസ് 2 തരത്തിലുണ്ട്. മോളിക്യൂൾസ് ഓഫ് എലമെൻറ്റ്സും മോളിക്യൂൾസ് ഓഫ് കമ്പൗണ്ട്സും. മോളിക്യൂൾസ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എലമെൻറ്റ് മാത്രം ചേർന്നുണ്ടാകുന്ന മോളിക്യൂളാണ്. ഫോർ എക്സാമ്പിൾ ആർഗൺ. ആർഗണിൻ്റെ ഒരു ആറ്റത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അത് ആർഗൺ AR ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതുപോലെ ഹീലിയത്തിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു ആറ്റം മാത്രമേ ഉള്ളൂവെങ്കിൽ ആ മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് മോണോ ആറ്റമിക് എന്ന്.
പക്ഷേ ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ക്ലോറിൻ ഇവയിലെല്ലാം 2 ആറ്റം ചേർന്നാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം മിനിമം 2 ഉണ്ടെങ്കിൽ അവർക്കൊന്ന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ മോളിക്യൂൾസ്. അപ്പോൾ നമുക്കിതിനെ ഡൈ ആറ്റമിക് മോളിക്യൂൾസ് എന്ന് പറയാം. ഡൈ എന്ന് വെച്ചാൽ എത്രയാണ്? 2 ആറ്റംസ് ഉണ്ട്. ഇനി ഫോസ്ഫറസിൽ വരുമ്പോൾ ഇത് 4 ആണ്, ടെട്രാ അറ്റമിക് ആണ്. സൾഫർ വരുമ്പോഴോ 8 ആണ്. അപ്പോൾ നമുക്കതിനെ പോളി അറ്റമിക് എന്ന് പറയാം. അതേസമയം മോളിക്യൂൾസ് ഓഫ് കമ്പൗണ്ട്സ് പറയുമ്പോൾ ഒന്നിലധികം ഡിഫറെൻറ്റ് ടൈപ്സ് ആറ്റം ചേർന്നുണ്ടായതാണ്. ഫോർ എക്സാമ്പിൾ വാട്ടർ, ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അമോണിയ, നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. പക്ഷേ ഇത് എത്ര കാർബൺ എത്ര ഓക്സിജനുമായിട്ട്, അല്ലെങ്കിൽ എത്ര നൈട്രജൻ എത്ര ഹൈഡ്രജനുമായിട്ട്, എത്ര വാട്ടർ എത്ര ഹൈഡ്രജൻ എത്ര ഓക്സിജനുമായിട്ട്, അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മൾ അറിയാം, വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? Hഉം Oയും ആണെന്ന് അറിയാം. അതിൻ്റെ പ്രൊപ്പോർഷൻ റേഷ്യോ ബൈ മാസ് എന്ന് പറയുന്നത് 1:8 എന്നുള്ള റേഷ്യോയിലാണ് അവർ കമ്പൈൻ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ അറ്റോമിക് മാസ് നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 യൂണിറ്റും ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 യൂണിറ്റും ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് റേഷ്യോ ബൈ മാസിനെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആദ്യത്തേത് 1/1 ആണ്, അത് 1 എന്ന് തന്നെ കിട്ടും. അതേസമയം രണ്ടാമത്തേത് 2/16, നമുക്കതിനെ 8/16 1/2 എന്ന് കിട്ടും. അപ്പോൾ 1:1/2 എന്ന് പറയുന്നത് എത്രയാണ്? 2:1 എന്നുള്ള റേഷ്യോ അല്ലേ. അപ്പോൾ 2 ഹൈഡ്രജൻ 1 ഓക്സിജനുമായിട്ട് ചേർന്നാലേ നമുക്ക് വെള്ളത്തിൻ്റെ 1 മോളിക്യൂള് ലഭിക്കുകയുള്ളൂ. ആറ്റംസിന് തന്മാത്രയായിട്ട് അല്ലെങ്കിൽ മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യാമെന്ന് കണ്ടു. അത് കൂടാതെ പിന്നെ കാണുന്നത് അയോൺസ് ആയിട്ടാണ്. അയോൺസ് എന്ന് പറയുന്നത് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെയാണ് അയോൺസ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. പോസിറ്റീവ് ചാർജ്ഡ് അയോൺസിനെ നമ്മൾ കാറ്റയോൺ എന്നും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെ നമ്മൾ ആനയോൺ എന്നുമാണ് പറയുന്നത്. ഇത് മാറിപ്പോവാതിരിക്കാൻ ഒരു വിദ്യയുണ്ട്. നിങ്ങൾ കാറ്റയോൺ എഴുതുമ്പോൾ ടി നോക്കിയേ, അതൊരു പ്ലസ് പോലല്ലേ. അപ്പോൾ കാറ്റയോൺസ് എപ്പോഴും പോസിറ്റീവാണ്, ആനയോൺസ് എന്താണ്? നെഗറ്റീവാണ്. പിന്നെ എപ്പോഴും ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാകുന്നത് ഒരു മെറ്റലും നോൺ മെറ്റലും ചേർന്നുള്ള കമ്പൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ചാർജ്ഡ് സ്പീഷീസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും മെറ്റലിനൊരു പോസിറ്റീവ് ചാർജും നോൺ മെറ്റലിന് നെഗറ്റീവ് ചാർജുമാണ്. ഉദാഹരണമായിട്ട് സോഡിയം ക്ലോറൈഡ് എടുത്തു നോക്കിയാൽ സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ക്ലോറിന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് കൂടുതൽ ചേർന്നിട്ട് നമുക്ക് പോളി അറ്റമിക് അയോൺസും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. കാൽഷ്യവും ഓക്സിജനുമാണ്. അത് കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാക്കാനായിട്ട് 5/2 എന്ന റേഷ്യോ ബൈ മാസിലാണ് ജോയിൻ ചെയ്യുന്നത്. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 40 യൂണിറ്റും ഓക്സിജൻ്റേത് 16 യൂണിറ്റുമാണ്. അപ്പം മാസ് ബൈ റേഷ്യോയെ നമ്മൾ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/40യും 2/16 കിട്ടും. ആദ്യത്തേത് എത്രയാണ്? 1/8. രണ്ടാമത്തേതും 1/8. അപ്പോൾ റേഷ്യോ എത്രയാണ്? 1:1. അപ്പോൾ 1 കാൽഷ്യവും 1 ഓക്സിജനുമാണ് ചേരുന്നത്. അപ്പോൾ കാൽഷ്യം ഓക്സൈഡിൻ്റെ ഫോർമുല നമുക്ക് ലഭിച്ചു. മഗ്നീഷ്യം സൾഫൈഡാണ് മറ്റൊരു ഉദാഹരണം. ഇതിൽ മഗ്നീഷ്യം 3ഉം സൾഫർ 4 റേഷ്യോ ബൈ മാസിലാണ് ജോയിൻ ചെയ്യുന്നത്. മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് മാസ് 24ഉം സൾഫറിൻ്റേത് 32ആണ്. അപ്പോൾ നമ്മൾ മാസ് ബൈ റേഷ്യോ അറ്റോമിക് മാസ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 3/24ഉം 4/32ഉം കിട്ടും. അത് രണ്ടിൻ്റെയും സോൾവ് ചെയ്ത് കിട്ടുന്ന ഉത്തരം 1/8 ആണെന്ന് അറിയാം. അപ്പോൾ അത് വീണ്ടും 1:1 റേഷ്യോ ആണ്. അപ്പോൾ മഗ്നീഷ്യം സൾഫൈഡ് ഉണ്ടാകാൻ 1 മഗ്നീഷ്യവും 1 സൾഫറും ജോയിൻ ചെയ്യുന്നു. സോഡിയം 23, ക്ലോറിൻ 35.5. അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23 ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.5 അപ്പോൾ റേഷ്യോ മാസ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് 1:1 എന്ന് കിട്ടുന്നു. സോ സോഡിയം ക്ലോറൈഡ് NaCl, ഒരു എണ്ണയും ഒരു Clഉം ചേർന്നാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. പിന്നെ മോളിക്കുലർ മാസിൻ്റെ കാൽക്കുലേഷനും അത് നമുക്ക് വരുന്ന വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.